ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ 2020 പാസ് ഔട്ടാണ്. UG സോഷ്യോളജി ആയിരുന്നു സബ്ജക്റ്റ്. ഓൺ എ പേഴ്സണൽ നോട്ട്, ഞാൻ ഡിസേബിൾഡ് ആണ്, സെറിബ്രൽ പാൾസി ഉണ്ട്. അപ്പോൾ കോവിഡിന് ശേഷം എൻ്റെ അക്കാഡമിക് കരിയറിൽ ഒരു വലിയ ബ്രേക്ക് വന്നു. ഞാൻ ഭയങ്കര ആസ്പിറേഷൻസ് ഉള്ള വ്യക്തിയായിരുന്നു. എന്താ പറയുക, എനിക്കിനി മുമ്പോട്ട് ഒരു PG ഒന്നും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത്രയും ബ്രേക്ക് വന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇഗ്നോയിൽ കോഴ്സസ് ചെയ്യാൻ നോക്കിയിട്ടുള്ളപ്പോഴൊക്കെ ഇഗ്നോവിന്റെ ഒരു സിസ്റ്റത്തിലേക്ക്, ഇഗ്നോവിന്റെ ഒരു ഡേറ്റയും കാര്യങ്ങളും ഇൻഫർമേഷനും ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് UGക്ക് ശേഷം ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ലൈഫിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സോ അങ്ങനെ ഞാൻ ഒരു PG ഇഗ്നോയിൽ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2020 to 2024 കംപ്ലീറ്റ് ഒന്നും അക്കാഡമിക്കലി ചെയ്യാതിരുന്ന ഞാൻ 2024 ഇഗ്നോയിൽ ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ MSWന് ജോയിൻ ചെയ്തു. ഞാനിപ്പോൾ 2026 പാസ് ഔട്ടാണ്. ശരിക്കും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് ലേൺ വൈസ് കാരണം എനിക്ക് സാധ്യമായത്. ഞാൻ 2020 എൻ്റെ എഡ്യൂക്കേഷനിൽ ബ്രേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അക്കാഡമിക് സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരിക്കലും ഒരു PG എനിക്ക് ഇനി എടുക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവിടുന്ന് ഇപ്പോൾ MSW കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തിയത് കംപ്ലീറ്റ്ലി ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി മാത്രമാണ്. ഞാൻ ഈ വർഷത്തെ UGC നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തു. അപ്പോൾ എല്ലാം ലേൺ വൈസിന്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ്. എക്സ്പെഷ്യലി നോട്ട്സ്, ഇഗ്നോവിന്റെ കാര്യം വരുമ്പോഴേക്കും ടെക്സ്റ്റ് എപ്പോഴും വളരെ എലാബറേറ്റ് ആയിരിക്കും. ലേൺ വൈസിന്റെ നോട്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഏറ്റവും അധികം എക്സാമിന് ഉപകാരപ്പെട്ടിട്ടുള്ളത് ലേൺ വൈസിന്റെ നോട്ട്സ് ആണ്. എക്സാം ഓറിയന്റഡ് നോട്ട്സ് ആണെങ്കിലും ഹൈ വാല്യൂ നോട്ട്സ് ആണെങ്കിലും PYQs ആണെങ്കിലും എല്ലാം ലേൺ വൈസിന്റെ ആപ്പിൽ നിന്നാണ് ഞാൻ MSW പഠിച്ചത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു എബോവ് 70% മാർക്കുണ്ട് എല്ലാത്തിനും. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ലേൺ വൈസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ജേർണി. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും അതായത് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ആണെങ്കിലും അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ലേൺ വൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് എനിക്ക് ലേൺ വൈസ് നിന്ന് കിട്ടി. പൊതുവെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരു നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടാവില്ല, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. there will be nobody to ask നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ എവിടെ വരെ എത്തി എന്ന് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. പക്ഷെ ലേൺ വൈസിൽ വന്നപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ആയിരുന്നു. എപ്പോഴും അക്കാഡമിക് കൗൺസിലേഴ്സ് എന്താണെങ്കിലും ഒരു വൺസ് ഇൻ എ വീക്ക് ഓർ ട്വൈസ് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ വരെ എത്തി, എന്താണ്, പഠിച്ചു തുടങ്ങിയോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അതേപോലെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോഴാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഇഗ്നോ ജേർണിയിൽ ഒരു മോർ ദാൻ 70% ക്രെഡിറ്റ് ലേൺ വൈസിന് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം എൻ്റെ ആസ്പിറേഷൻ എന്ന് പറയുന്നത്, ഞാനൊരു UPSC ആസ്പിറന്റ് ആണ്, അത് തന്നെയാണ് എൻ്റെ ആസ്പിറേഷൻ. ആൻഡ് UGC നെറ്റ് ആൻഡ് JRF ക്രാക്ക് ചെയ്യുക സോഷ്യൽ വർക്കിൽ. അതിലും JRF പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ലേൺ വൈസിന്റെ നോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫൈൻഡിങ് ഔട്ട് ലേൺ വൈസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് important things that happened to me in my life, because academically ഒരു ബ്രേക്കിന് ശേഷം പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നം, ഒന്ന് നമുക്ക് ഒരു സോഷ്യൽ കോണ്ടാക്ട്സ് വളരെ കുറയും എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം നമുക്ക് എവിടെ എങ്ങനെ ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയുമാണ്. ഇതിന് രണ്ടിനും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ലേൺ വൈസ് ആണ്. താങ്ക് യു ലേൺ വൈസ്, താങ്ക് യു സോ മച്ച്.